നമസ്കാരം. അസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാർമെൻറ്റ്സ് ടെക്നോളജി, അതായത് വസ്ത്രനിർമ്മാണത്തിൽ ധാരാളം ടെക്നോളജി അല്ലെങ്കിൽ ഒരുപാട് മാസ്റ്റർമാരായിട്ടുള്ള ഒരുപാട് വർക്ക് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്നൊരാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഡ്രസ്സുകളെല്ലാം എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിർമ്മിച്ചുകൂടാ എന്ന് പറയുന്ന ആ മനുഷ്യൻ കോസ്റ്റ്യൂം ഫിലിം ഫീൽഡിലും സീരിയൽ ഫീൽഡിലെല്ലാം കോസ്റ്റ്യൂം ഡ്രസ് ഡിസൈനറായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്തുന്നത്. അശോകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. നമുക്ക് തന്നെ ഇപ്പോൾ UP അവിടെ ഗാർമെന്റ്സ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പം അതുപോലെ കുറേ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. നമസ്കാരം. ഇത് നമ്മുടെ അശോകേട്ടൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഫിലിം ഫീൽഡിൽ സീരിയൽ ഫീൽഡിലൊക്കെയുള്ള കോസ്റ്റ്യൂം ഡിസൈനറാണ്. അശോകേട്ടൻ നമസ്കാരം. നോക്കോ, ഹായ് പറയൂ. പിന്നെ എത്ര വർഷത്തോളമായി ഫിലിം ഫീൽഡിൽ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യണോ? ഫിലിം ഫീൽഡിൽ ഒരു 2017 അതെ അല്ലേ. ചാവക്കാട് തന്നെയാണ് സ്വദേശം അല്ലേ? സ്വദേശം ചാവക്കാട് ഒരുമനയൂര് അല്ലേ? അതെ അല്ലേ. ഇപ്പൊ ഏത് സെറ്റിൽ നിന്നാണ് ഇപ്പൊ ലീവിന് ഇപ്പൊ അങ്ങനെ ഒഴിവിലായിട്ട് വന്നത്? SP സതീശാറിന്റെ ഒരു ഹാഡിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നത്. അതെ അല്ലേ. അതെ അല്ലേ. ഒരുപാട് സിനിമാ നടന്മാർ ഞാൻ ഫോണിൽ കണ്ടിരുന്നു. സിനിമാ നടന്മാരുടെ ഒപ്പം ഉള്ള എടുത്തേക്കണേ അവർക്കൊക്കെ ഡ്രസ്സുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ദിലീപിന് അല്ലേ, നയൻതാരക്ക്. പിന്നെ കൊറേ ഡിസൈനർമാർ തന്നെ അറിയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറക്കൊക്കെ. ഇനി ഭാവിയിൽ നമ്മള് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, അതേപോലെ നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രീതിയിൽ ചെയ്യണം അല്ലേ? പ്രായമായി നമുക്കൊക്കെ അല്ലേ? പ്രായം മാത്രമല്ല, ഞാൻ അടുത്ത തലമുറക്ക് കുറെ കഴിവുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അവർക്ക് പഠിക്കണമല്ലോ അല്ലേ? ശരി കേട്ടോ ചേട്ടാ, താങ്ക് യു. ഞാൻ ഇത് അറിയുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിയുന്ന ആൾക്കാർ ഫിലിം ഫീൽഡിൽ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണവരെ കൊടുത്തിട്ട് നമുക്ക് 5 വർഷം കുമാരണ്ണൻ എന്ന് പറയും. അത് വെച്ച് കഴിഞ്ഞാൽ തമിഴനാണ് മാസ്റ്റർ. അതെ അതെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പുതുതലമുറയ്ക്ക് പഠിപ്പിക്കുന്ന രീതിയിലാക്കാം അല്ലേ? അതൊക്കെ നമുക്ക് നടക്കട്ടെ, അതിന് സാധിക്കട്ടെ അല്ലേ? ശരി കേട്ടോ, താങ്ക് യു. ഇത് വിനീതിന്റെ കൂടെ ഉള്ള ഫോട്ടോ ആണല്ലോ അല്ലേ അശോകേട്ടാ? വിനീതിന്റെ കൂടെ അല്ലേ? അതുപോലെ ദിലീപിന്റെ കൂടെ ഒക്കെ ഉണ്ടല്ലേ? ഇത് പിന്നെ അശോകേട്ടൻ സെറ്റിലുള്ളതാണ് അല്ലേ? സോണി മൂവിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇതിലാണ് അല്ലേ? തയ്ക്കാണ് അല്ലേ? ത്രിപുര സുന്ദരികൾ അതിന്റെ സെറ്റാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഇതിലായിരിക്കോ? മറ്റേ ഈ സിനിമ സെറ്റിലായിരിക്കോ? മെഷീനൊക്കെ കൊണ്ടുപോയിരുന്ന ടെന്റ് അടിക്കും അല്ലേ? അവിടെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യല്ലേ? എറണാകുളത്ത് അല്ലേ? ഓക്കെ. നോക്കൂ, ദിലീപിന്റെ കൂടെ ഇപ്പൊ അടുത്തുള്ള ഫോട്ടോ ആണോ അത്? കുറച്ച് മുമ്പ് അല്ലേ? അതല്ലേ. അതിന് നമ്മുടെ അശോകേട്ടൻ ദിലീപിന്റെ കൂടെ സെറ്റിൽ വെച്ചിട്ടുള്ളതാണ്. അശോകേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു ഖത്തറിൽ പോയാ അപ്പൊ അല്ലേ? അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ടുവരുന്നു അല്ലേ? ഡിസൈനർമാരെ കൊണ്ടുവരുന്നു അല്ലേ? ഓക്കെ ഓക്കെ അശോകേട്ടാ, താങ്ക് യു. അതെ 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 അല്ലേ. ഡിസൈനർമാരെ വിളിക്കൂ അല്ലേ? വിളിച്ചാൽ അവിടെ പോകണ്ടായിരുന്നു അല്ലേ? ഓക്കെ.